നിനക്കൊരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല, അയാൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുകൂടിയാണ്. തുറന്ന പുസ്തകം പോലെ ആരുടെ മുന്നിലും പെരുമാറരുത്. അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കമില്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നിങ്ങളെ മാറ്റി നിർത്തും. ശത്രുവിൻ്റെ ചതി ക്ഷമിക്കാൻ കഴിയുന്നതാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ നിഴൽ പോലെ കൂടെ നടന്ന് സ്നേഹം നടിച്ച് ചതിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കരുത്. ആ ദയ അവർ അർഹിക്കുന്നില്ല. നമ്മളോട് ചേർന്ന് നിന്നിട്ടും ചിലർ നമ്മെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവർ മിടുക്കരായതുകൊണ്ടോ നമ്മൾ വിഡ്ഢികളായതുകൊണ്ടോ അല്ല, മറിച്ച് നമ്മൾ അവരെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാണ്. നമ്മളെ ഒഴിവാക്കി പോകുന്നവരെ ഒരിക്കലും പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. കാരണം പിടിച്ചു വാങ്ങുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല. നമ്മളോട് സംസാരിക്കണമെന്നോ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കണമെന്നോ ആരോടും നിർബന്ധിക്കരുത്. കാരണം നമുക്ക് വേണ്ടി അവർ ആത്മാർത്ഥമായി നിലകൊള്ളുന്നുവെങ്കിൽ ഇതൊന്നും ആവശ്യപ്പെടാതെ തന്നെ അവർ ചെയ്യുമായിരുന്നു. സ്നേഹം ഭാവിച്ച് നീ എൻ ഹൃദയത്തിൽ കത്തിയാഴ്ത്തുമ്പോൾ ഞാൻ ചിരിച്ചതെന്തിനെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ കത്തിയാൽ മുറിവേൽക്കുന്നത് നിനക്ക് തന്നെ. കാരണം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് നീയാണല്ലോ. സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചതി ഒളിപ്പിച്ച് വെച്ച് അഭിനയിച്ച് കസറി മറ്റുള്ളവരുടെ കണ്ണീരിന് കാരണമാകുമ്പോൾ ഒന്നോർക്കുക, ഈ സമയവും കടന്നു പോകും. കാലത്തിൻ്റെ ഇന്ദ്രജാലത്തിൽ സ്വന്തം കണ്ണുകൾ സങ്കടക്കയങ്ങളാക്കാനും ആരെങ്കിലും വന്നു ചേരും.